പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3 പ്രസിഡന്റുമാരുള്ള 13 പ്രധാനമന്ത്രിമാരുള്ള ഒരു രാജ്യം. ആ രാജ്യം ഏതാണ്? എന്തുകൊണ്ടാണ് ആ രാജ്യത്തിന് ഇത്തരത്തിൽ 3 പ്രസിഡന്റുമാരുണ്ടായത്? ഈ 3 പ്രസിഡന്റുമാർ ചേർന്ന് എങ്ങനെയാണ് ആ രാജ്യം ഭരിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ രാജ്യം എന്ന് പറയുന്നത് യൂറോപ്പിലാണ്. തുർക്കി കഴിഞ്ഞാൽ യൂറോപ്പിൽ മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള ഏക രാജ്യമാണ് ഇത്. തുർക്കി നമുക്കറിയാം ഏഷ്യയിലും അതുപോലെ തന്നെ യൂറോപ്പിലുമായിട്ട് നമ്മൾ പറയുന്ന ഒരു രാജ്യമാണ്. ഇത്തരത്തിൽ യൂറോപ്പിൽ തുർക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്തിൻ്റെ പേരാണ് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന. പേരിൽ തന്നെയുണ്ട് 2 പേര്, ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന. എന്തുകൊണ്ടാണ് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിനയ്ക്ക് 3 പ്രസിഡന്റുമാരുണ്ടായത്? ഈ 3 പ്രസിഡന്റുമാർ എങ്ങനെയാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന എന്ന ഈ രാജ്യം രൂപീകൃതമാകുന്നത് 1992-ലാണ്. സോവിയറ്റ് യൂണിയൻ്റെയും അതുപോലെ തന്നെ യൂഗോസ്ലാവിയയുടെയും എല്ലാം ശിഥിലീകരണത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട ഒരു രാജ്യമാണ് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന. 1992-ൽ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് അന്നുണ്ടായിരുന്ന 3 വിഭാഗക്കാരായിരുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള ബോസ്നിയൻ വംശജരും അതുപോലെ തന്നെ സെർബ് വംശജരും അതുപോലെ തന്നെ ക്രോട്ട് വംശജരും, ഇവർ 3 പേരും പരസ്പരം പോരാടുകയുണ്ടായി ഈ ഒരു പ്രദേശത്തിൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ട്. മുസ്ലിം ഭൂരിപക്ഷമുള്ള ബോസ്നിയൻ വംശജർക്ക് ആരുടെയും പിന്തുണയുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സെർബ് വംശജർക്ക് സെർബിയയുടെ പിന്തുണയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രോട്ട് വംശജർക്ക് ക്രൊയേഷ്യയുടെയും പിന്തുണയുണ്ടായിരുന്നു. ഈ 3 വിഭാഗക്കാരും പരസ്പരം തമ്മിൽ തല്ലി മരിക്കുന്നത് കണ്ടപ്പോൾ ലോകശക്തികൾ ഇതിൽ ഇടപെടുകയും ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന എന്ന ഒരു രാജ്യം രൂപീകരിക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ ഒരു രാജ്യം രൂപീകരിച്ചപ്പോൾ രാജ്യത്തെ 2 മേഖലകളാക്കുകയാണ് ആദ്യം ചെയ്തത്. മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രോട്ടുകളുമുള്ള ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന എന്ന ഭാഗവും അതുപോലെ തന്നെ സെർബ് വംശജരുള്ള റിപ്പബ്ലിക് ഓഫ് സ്പെർസ്ക എന്നുള്ള മറ്റൊരു ഭൂപ്രദേശവും. ഇങ്ങനെ ഭൂപ്രദേശം 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പിന്നീട് ചെയ്തത് രാജ്യത്തിൻ്റെ ഭരണം നടത്തുമ്പോൾ ഏക പ്രസിഡന്റ് എന്നതിന് പകരം ഒരു പ്രസിഡൻസി സിസ്റ്റം കൊണ്ടുവരികയാണ്. ഇത്തരത്തിൽ ഒരു സിസ്റ്റം കൊണ്ടുവരാനുണ്ടായ കാരണം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ ഒരു പ്രദേശത്ത് ഇലക്ഷൻ നടന്നാൽ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷമുള്ള മുസ്ലിം അല്ലെങ്കിൽ ബോസ്നിയൻ വംശജർക്ക് അധികാരം കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. അത് സെർബുകളെയും അതുപോലെ തന്നെ ക്രോട്ടുകളെയും ഇവിടെ നിന്നും ഉന്മൂലനം ചെയ്യുന്നതിലേക്കും നയിക്കുമെന്നും പാശ്ചാത്യ ശക്തികൾ ധരിച്ചു. അതിനാൽ തന്നെ പ്രസിഡൻസി സിസ്റ്റം പ്രകാരം 3 പ്രസിഡന്റുമാരാണ് ബോസ്നിയക്കുള്ളത്. ഈ 3 പ്രസിഡന്റുമാർ, ഒരാൾ ബോസ്നിയൻ വംശജനും മറ്റൊരാൾ സെർബ് വംശജനും മറ്റൊരാൾ ക്രോട്ട് വംശജനുമായിരിക്കും. ഈ പ്രസിഡൻസി അല്ലെങ്കിൽ ഈ 3 പ്രസിഡന്റുമാരുടെയും കാലാവധി എന്ന് പറയുന്നത് 4 വർഷമാണ്. 4 വർഷത്തിനിടയ്ക്ക് ഇവർ ഭരിക്കുന്നത് 8 മാസത്തിലുള്ള റൊട്ടേഷൻ ആയിട്ടാണ്. 8 മാസം കൂടുമ്പോൾ ബോസ്നിയനും അതുപോലെ തന്നെ 8 മാസം പിന്നീട് സെർബ് വംശജനും അതുപോലെ തന്നെ പിന്നീടുള്ള 8 മാസം ക്രോട്ട് വംശജനുമായിരിക്കും. ഇങ്ങനെ റൊട്ടേഷൻ സിസ്റ്റത്തിലാണ് പ്രസിഡൻസി ഭരണം നിലനിന്ന് പോരുന്നത്. മാത്രമല്ല, നമ്മൾ പറഞ്ഞ 13 പ്രധാനമന്ത്രിമാരുടെ കാര്യം, ഇതിൽ ഒരു പ്രധാനമന്ത്രിയും ബാക്കി 12 റീജിയണൽ പ്രധാനമന്ത്രിമാരാണ്. ബാക്കി 12 റീജിയണൽ പ്രധാനമന്ത്രിമാരുമാണ്. ഓരോ റീജിയണും ഓരോ പ്രധാനമന്ത്രിയും. ഇങ്ങനെയാണ് 13 പ്രധാനമന്ത്രിമാരും അതുപോലെ തന്നെ 3 പ്രസിഡന്റുമാരും ചേർന്ന് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിനയുടെ ഭരണം നടത്തുന്നത്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.